നമസ്കാരം. കുടകളുടെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ യൂറോപ്പിലാണുള്ളത്. യൂറോപ്പിലെ ഗ്രീസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഏഥൻസിലാണുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ ഏഥൻസിലുണ്ട്. അപ്പോൾ ഗ്രീസിലേക്ക് നമ്മൾക്ക് 2 വർഷത്തെ ഷെങ്കൻ വിസയാണ് കിട്ടിയിരിക്കുന്നത്. 2 വർഷത്തെ ഷെങ്കൻ വിസ എങ്ങനെയാണ് കിട്ടുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, ബെൽജിയം, ഗ്രീസ്, സ്പെയിൻ അങ്ങനെ ഉള്ള രാജ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വിസ റിജക്ഷനും അല്ലെങ്കിൽ വിസ റെഫ്യൂസൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിസ റെഫ്യൂസൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഷെങ്കനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വിസ കിട്ടാനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രാജ്യത്തേക്കാണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്താൽ വിസ റെഫ്യൂസൽ സാധ്യതകൾ അല്ലെങ്കിൽ ചാൻസ് കുറയ്ക്കാം, വിസ കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിസ കിട്ടാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ വിസ ചാൻസസ് കൂട്ടാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഷെങ്കനിലേക്ക് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന, യൂറോപ്പിലേക്ക് വിസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, യൂറോപ്പിലേക്ക് 2 വർഷത്തേക്ക് 5 വർഷത്തേക്ക് വിസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, യൂറോപ്പിൽ 29 രാജ്യങ്ങൾ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, യൂറോപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കേരളത്തിലാണ് ജോബ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 101% ജോബ് ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഏതൊരു ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് 29 രാജ്യങ്ങളിലേക്കും ചെക്ക് ലിസ്റ്റ് ഏകദേശം സെയിം ചെക്ക് ലിസ്റ്റാണ് വരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. 6 മന്ത് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് വേണം. നമ്മളൊരു എംപ്ലോയി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയർ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ, ഇപ്പോൾ നമ്മളൊരു റിട്ടയേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ റിട്ടയേർഡ് ആയതിൻ്റെ തെളിവ് കാണിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഫാർമർ ആണെന്നുണ്ടെങ്കിൽ ഫാർമർ ആണെന്നുള്ളതിന് തെളിവ് കാണിക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് കേസുകളിൽ എംപ്ലോയി ആയിരിക്കും. അപ്പോൾ ലീവ് ലെറ്റർ, NOC, സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ITR, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ബിസിനസ്സുകാരനാണെങ്കിൽ GST വേണം. 3 മാസം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കറണ്ട് അക്കൗണ്ടിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് വയ്ക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫിനാൻഷ്യലി നമ്മൾ നല്ല സൗണ്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ, FDs, നമ്മളുടെ വണ്ടി, നമ്മൾക്ക് RC ബുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആധാരം, നമ്മുടെ വീടിൻ്റെ ആധാരം നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങളായിട്ട് വയ്ക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചാർട്ടേഡ് അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു അസറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാം. അത് നല്ലൊരു എമൗണ്ട് കാണിക്കണം. അപ്പോൾ അതിനകത്ത് ഒരു മൂവബിൾ അസറ്റ്, ഇമ്മൂവബിൾ അസറ്റ് അങ്ങനെ പ്രത്യേകം കാണിച്ചിട്ടുണ്ടാകും. അതുകൂടാതെ നമ്മൾക്ക് അഫിഡവിറ്റ്, അതായത് നമ്മളൊരു നോട്ടറി അഡ്വക്കേറ്റിനെ കൊണ്ട് അഫിഡവിറ്റ് വയ്ക്കാം. അതായത് നമ്മൾ കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പേര് കൊടുത്തിട്ട് ഇന്നതാണ് അവരുടെ സ്റ്റാറ്റസ്, ഇന്ത്യയിൽ അവർ ഫാമിലിയിൽ ഇന്ന ആളുകളുണ്ട്, അവർക്ക് ഇത്ര ഇൻകം ഉണ്ട്, അവർ ഇന്ന രാജ്യങ്ങളിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന, അവർക്ക് പോയിട്ട് തിരിച്ച് ഇന്ന ദിവസം വരണം എന്ന് ഒരു നോട്ടറി വയ്ക്കൽ, നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ, ഇപ്പോൾ നമ്മൾ FDs ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വയ്ക്കുക. നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ഹിസ്റ്ററി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾക്ക് എന്തൊക്കെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വരാനായിട്ട് നമ്മൾക്ക് ഇന്ന കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചു വരണം, നമ്മൾക്കിവിടെ ഇത്ര ആസ്തിയുണ്ട്, നമുക്ക് സാലറി ഉണ്ട്, നമ്മൾക്ക് ഇത്ര ഇമോഷണൽ ഫിനാൻഷ്യലി ഇതെല്ലാം ബോണ്ടുകളുണ്ട് എന്ന് ഉള്ളത് നമ്മൾ വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വിസ സാധ്യതകൾ കൂടും. പിന്നെ വൺസ് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് 3 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ കാനഡ, ഓസ്ട്രേലിയ, USA, UK, ഷെങ്കൻ ഏരിയ ഇത്രയും രാജ്യങ്ങളിൽ 3 വർഷത്തിനുള്ളിൽ ട്രാവൽ ചെയ്തിട്ട് ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്കൊരു 99% വിസ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഷെങ്കൻ ഏരിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ രാജ്യങ്ങളിലേക്കൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല, നിങ്ങൾ ഏഷ്യയിലും അതേപോലെ തന്നെ കുറച്ച് ദുബായൊക്കെ UAE ട്രാവൽ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5-6 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്തത് കൊണ്ട് മാത്രം വിസ കിട്ടും. ഇപ്പോൾ ഒരു 6 രാജ്യങ്ങളിൽ പോയിട്ട് വന്നാൽ എനിക്ക് ഉറപ്പായിട്ട് വിസ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വിസ സാധ്യതകൾ കൂടുതലായിരിക്കും.
പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്ന ഇന്ന പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. പിന്നെ നമ്മൾ ആ രാജ്യത്ത് ചെന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇന്നൊരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു പള്ളിയിൽ പോകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻറ്റേർണൽ ട്രാൻസ്ഫറിൻ്റെ പരമാവധി വേണമെങ്കിൽ നമുക്കൊരു ബസ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ അതേപോലെ പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ്റെ ഒരു ടിക്കറ്റോ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇന്ന പ്രോഗ്രാമിന് പോകുന്നു എന്നുള്ളത്, അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വയ്ക്കുന്ന ഒരു ട്രാവൽ ഐറ്റിനറിയാണ് വയ്ക്കുന്നത്. ട്രാവൽ ഐറ്റിനറി വയ്ക്കും. ട്രാവൽ ഐറ്റിനറിയിൽ കൃത്യമായിട്ട് പറയും ഞാൻ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ചെല്ലുന്നത് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ അവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് ഇന്ന ദിവസം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലം കാണാൻ പോകുന്നു, ഉച്ചയ്ക്ക് അവിടെ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ തിരിച്ചു വരുന്നു, വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഒരു രാജ്യത്ത് തന്നെയാണെങ്കിൽ 7 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9 ദിവസത്തേക്ക് ഒരു രാജ്യത്ത് തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഇന്ന കൃത്യമായിട്ട് ഐറ്റിനറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് ഒരു 2 രാജ്യങ്ങൾ 3 രാജ്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന രാജ്യത്തേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ, അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ കാൻഡിഡേറ്റിന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധ്യം വരുത്തിക്കൊണ്ട് ആ ആ വിസ ഓഫീസർ ഇത് എടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയാൽ ഈ കാൻഡിഡേറ്റ് പോയിട്ട് തിരിച്ചു വരും, ഇദ്ദേഹം പൈസ ചിലവാക്കാൻ കഴിയുന്ന ആളാണ്, ഇദ്ദേഹം കൃത്യമായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകും, ഇദ്ദേഹത്തിന് ഇത്ര സാലറി ഉള്ളതാണ്, ഇത്ര ബാങ്ക് ബാലൻസ് ഉള്ളതാണ്, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണ്, ഇത്ര ആസ്തി ഇവിടെ ഉള്ളതാണ്, അപ്പോൾ ഇദ്ദേഹം ഇനിയും വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്ര രാജ്യത്ത് അദ്ദേഹം പോയിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ട്രാവലറാണ്, ആ ഒരു പാഷനുള്ള ഒരാളാണ് എന്നൊക്കെ തോന്നുമ്പോഴാണ് അദ്ദേഹത്തിന് വിസ കൊടുക്കുന്നത്. സാധാരണ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു വർഷവും ഓരോ രാജ്യത്തേക്ക്, ഷെങ്കൻ ഏരിയയിലെ ഓരോ രാജ്യത്തേക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻ സാധ്യതകളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഓരോ രാജ്യത്ത് 20 ലക്ഷം 15 ലക്ഷം ആളുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇത്രയും അധികം ആളുകൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എംബസി ഓഫീസർമാർക്കും ഇത്ര ആളുകൾക്ക് വിസ കൊടുക്കുകയുള്ളൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളത് കൊണ്ടും ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ബാധിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഓഫീസർ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൺവിൻസിങ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 100% വിസ കിട്ടാനുള്ള ആളുകൾ എന്ന് പറയുന്നത് 3 വർഷത്തിനിടയ്ക്ക് ഷെങ്കനിൽ പോയി വന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള UK, കാനഡ, ഓസ്ട്രേലിയ വിസ ഉള്ള ആളുകൾക്ക് 100% വിസ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ ഒക്കെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിസ കിട്ടാനുള്ള സാധ്യതകൾ, നിങ്ങളുടെ ഏജിൻ്റെ കാര്യങ്ങൾ, ഇതിനൊക്കെ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതൊരു രാജ്യത്ത് ചെന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഇൻകം കിട്ടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ചില ആളുകളുടെ ജോബുമായി ബന്ധപ്പെട്ട് വിസ റിജക്ഷൻ, റിഫ്യൂസൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ചില ജോബുകൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിസ ഓഫീസർ വിസ ഈ ഗ്രാൻറ്റ് ചെയ്യുന്നത്, വിസ റിഫ്യൂസൽ ചെയ്യുന്നത്. അപ്പോൾ വൺസ് വിസ റിഫ്യൂസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈം ബൗണ്ട്, കൃത്യമായ ഇടവേളകളോ ഒന്നും തന്നെ അവർ പറയുന്നില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ എല്ലാവരും 1 മാസമോ 2 മാസമോ ഗ്യാപ്പ് ഇട്ട് വയ്ക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ 2 മാസം 3 മാസം ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല വിസ കാറ്റഗറി ഉണ്ട്. ടൂറിസ്റ്റ് വിസ ഉണ്ട്, മെഡിക്കൽ വിസ ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് വിസയുണ്ട്, നിങ്ങൾക്ക് എക്സിബിറ്റേഴ്സ് വിസയുണ്ട്. അങ്ങനെ പല പല വിസ ടൈപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ഏതാണ്, നിങ്ങൾക്ക് ഏത് രീതിയിൽ പോകാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ വിസ കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റും ഈ ഏജൻസിയായിട്ട് ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ഇതെങ്ങനെ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രീവിയസ് വിസ റിജക്ഷൻ ഉണ്ടോ, ഏത് രാജ്യത്തേക്കാണ് വിസ റിജക്ഷൻ വന്നത്, വിസ റിഫ്യൂസലിൻ്റെ ലെറ്റർ ഉണ്ടോ, ആ റിഫ്യൂസലിൽ എന്താണ് കാരണം കാണിച്ചിരിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ പരമാവധി നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടാനും
താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്, വിസ കിട്ടാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര ചിലവ് വരും, നിങ്ങൾക്ക് വിസ രജിസ്ട്രേഷൻ ആയാൽ എത്ര ചിലവ് വരും, നിങ്ങൾക്ക് എത്ര ടൈം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഏത് രാജ്യത്തേക്ക് നിങ്ങൾക്ക് വയ്ക്കണം, ഏതൊരു സ്ഥലത്ത് വെച്ചാലാണ് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക, ഏത് സമയത്താണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ പോലീസിൻ്റെ ഓഫീസിലേക്ക് ഡയറക്റ്റായിട്ട് വരാം. നമ്മുടെ ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഓഫീസിലേക്ക് വന്നാൽ നേരിട്ട് ഇരുന്ന് സംസാരിച്ച് നമ്മുടെ സ്റ്റാഫായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും ഫർദറായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നമ്മൾക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യും. ഓരോ രാജ്യങ്ങളിലും നമ്മൾ ഇവിടുത്തെ വക്കീൽ, അഡ്വക്കേറ്റ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഏജൻസികളായിട്ടും ഇവിടുത്തെ കമ്പനികളായിട്ടൊക്കെ ടൈ അപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ വിസ സാധ്യതകളും ജോബ് സാധ്യതകളൊക്കെ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരത്തെ സപ്പോർട്ടുകൾക്ക് തീർച്ചയായിട്ടും വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് കൂടെയുള്ള പ്രസിഡന്റ് CC സജീന്ദ്രൻ. താങ്ക് യു.